റോയൽ എൻഫീൽഡ് ബൈക്കുകളെ പറ്റി ഒരു ചെറിയ വലിയ കാര്യം സിമ്പിളാണ്. എന്തായാലും റോയൽ എൻഫീൽഡ് ബുള്ളറ്റ് 350 ഇന്നും നമ്മുടെ ചർച്ചാ വിഷയം അത് തന്നെയാണ്. ഈ പേര് കേൾക്കുമ്പോൾ തന്നെ ഏതൊരു ബൈക്ക് പ്രേമിയുടെയും ഉള്ളിൽ ഒരുതരം തരിപ്പാണ് അല്ലെ. തലമുറകളായി നമ്മൾ കണ്ടുവരുന്ന ആ ഗാംഭീര്യം 2026 മോഡലിലും കമ്പനി അത് കാത്തു സൂക്ഷിച്ചിട്ടുണ്ട് അല്ലെ. എന്നാൽ ഈ പുതിയ വണ്ടി ഓടിച്ചു തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യവുമുണ്ട്. അതാണ് ഇതിലെ വൈബ്രേഷൻ എന്ന് പറയുന്നത്. ഈ പഴയ മോഡലുകളെ അപേക്ഷിച്ച് വൈബ്രേഷൻ ഗണ്യമായി കുറഞ്ഞിട്ടുണ്ടെന്നുള്ളത് സത്യമാണ്. ജെ സീരീസ് എഞ്ചിന്റെ ആ ഒരു സ്മൂത്ത്നെസ്സും ഇതിലുണ്ട്. എങ്കിലും ഒരു ലോങ് റൈഡിന് ഇറങ്ങുമ്പോഴോ അല്ലെങ്കിൽ ഒരു നിശ്ചിത സ്പീഡിന് മുകളിലേക്ക് പോകുമ്പോഴോ ഒക്കെ ഹാൻഡിൽ ബാറിലും ഫുട് പെഗുകളിലും അനുഭവപ്പെടുന്ന ആ ചെറിയ തരിപ്പ് നമുക്ക് അവഗണിക്കാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ്. അതായത് ഒരു 80 കിലോമീറ്ററിന് മുകളിലേക്ക് നല്ല അസലായിട്ട് തരിക്കുന്നുണ്ട് അല്ലേ. ഒരു മൊത്തത്തിലൊരു തരിപ്പ് അങ്ങനെ അങ്ങോട്ട് കുതിച്ചു കയറുന്നത് കാണാൻ പറ്റും. എന്തായാലും ഈ മറ്റ് ആധുനിക ബൈക്കുകളുമായിട്ടൊക്കെ താരതമ്യം ചെയ്യുമ്പോൾ ഈ ഒരു ഘടകം ബുള്ളറ്റിലൊരു ചർച്ചാ വിഷയമായി തന്നെ തുടരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്തായാലും പുതിയ 2026 മോഡലിന്റെ സവിശേഷതകളിലേക്ക് നോക്കിയാൽ ഐക്കോണിക് ആയ ആ ഡിസൈനിൽ വലിയ മാറ്റങ്ങൾ വരുത്താതെ തന്നെ കൂടുതൽ പ്രീമിയം ലുക്ക് നൽകാൻ റോയൽ എൻഫീൽഡ് ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അവരുടെ ഓരോ ബൈക്കിലും അല്ലെ. നമ്മളിപ്പോ ഇവിടെ 350 ബുള്ളറ്റിനെ പറ്റി പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഡിജിറ്റൽ അനലോഗ് ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ, മികച്ച സ്വിച്ച് ഗിയറുകൾ, പിന്നെ ബുള്ളറ്റിന്റെ ആ തനതായ ഇരിപ്പ് വശം അല്ലെ, ഇവയെല്ലാം ഇതിന്റെ പ്ലസ് പോയിന്റുകളായിട്ട് മാറി എന്നുള്ളത് തന്നെയാണ്. എഞ്ചിൻ പെർഫോമൻസിന്റെ കാര്യമെടുത്താൽ ലോ എൻഡ് ടോർക്ക് ഇപ്പോഴും ബുള്ളറ്റിന്റെ കരുത്ത് തന്നെയാണ്. സിറ്റി ട്രാഫിക്കിലും ഹൈവേകളിലും ഒരുപോലെ ആത്മവിശ്വാസത്തോടെ കൊണ്ടുപോകാൻ ഈ വണ്ടി നമ്മളെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഗുണഗണങ്ങൾക്കൊപ്പം തന്നെ നമ്മൾ ചർച്ച ചെയ്യേണ്ട ചില പ്രായോഗിക ബുദ്ധിമുട്ടുകൾ ഈ വണ്ടിയിലുണ്ട് എന്നുള്ളതാണ്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് അതിന്റെ ഓപ്പൺ ചെയിൻ സിസ്റ്റം. പഴയ ബുള്ളറ്റുകൾ ഉണ്ടായിരുന്ന ഫുൾ ചെയിൻ കവർ പുതിയ മോഡലുകളിൽ ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത് ലുക്കിന്റെ കാര്യത്തിൽ സ്പോർട്ട് ഫീലൊക്കെ നൽകുന്നുണ്ടെങ്കിലും നമ്മുടെ നാട്ടിലെ പൊടിയും മഴയും നിറഞ്ഞ റോഡുകളിൽ ചെയിൻ പെട്ടെന്ന് മോശമാകാൻ കാര്യമാവുന്നു എന്നുള്ളതാണ്. അപ്പം ഈ ചെയിൻ നോയ്സ് അല്ലെ, ചെയിന്റെ നോയ്സ് വളരെ പെട്ടെന്ന് കൂടുന്നതായിട്ടൊക്കെ നമുക്ക് കാണാം. അടിക്കടിയുള്ള ചെയിൻ ലൂബിംഗ് തന്നെയാണ് ഇതിനുള്ള ഒരു പരിഹാരം. അപ്പോൾ ട്രാഫിക്കിൽ വണ്ടി കൈകാര്യം ചെയ്യുമ്പോൾ ഈ വണ്ടിയുടെ ഭാരവും പ്രശ്നം തന്നെയാണ്. അപ്പോൾ യാത്രക്കാരനെ സംബന്ധിച്ച് എപ്പോഴും പഞ്ചർ ആകുകയോ മറ്റോ ഒക്കെ ചെയ്താൽ ഇപ്പോഴും ട്യൂബ്ലെസ് എന്താ പറയാ അല്ലാത്തത് കൊണ്ടുള്ള ഇഷ്യൂസ്, സ്പോക്സ് വീൽസ് ആയതുകൊണ്ടുള്ള പ്രശ്നങ്ങൾ തുടരുന്നു. അതൊരു വലിയ പോരായ്മയായി തന്നെ നിലനിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഈ ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും റൈഡർമാരെ അലോസരപ്പെടുത്തുന്ന ചില സംഗതികളുമുണ്ട്. ഈ സ്പെയർ പാർട്ടുകളുടെ ലഭ്യത, സർവീസ് ചാർജ് മറ്റ് ബ്രാൻഡുകളേക്ക് അപേക്ഷിച്ച് അല്പം കൂടുതലാണല്ലോ. അപ്പോൾ വണ്ടിയുടെ ഫിനിഷിങ്ങിലും ഇതേപോലെ ചെറിയ ചെറിയ വിടവുകൾ, പാനൽ ഗ്യാപ്സ് അല്ലെ, ഈ പെയിന്റ് ക്വാളിറ്റിയിലെ ചില പോരായ്മകൾ എന്നിവയൊക്കെ നമുക്ക് സൂക്ഷ്മമായി പരിശോധിച്ചാൽ കണ്ടെത്താനാകും. ഈ വണ്ടി വാങ്ങി കുറച്ച് കഴിയുമ്പോഴേക്കും ചില ബോൾട്ടുകൾ അയയുന്നതും ചെറിയ ശബ്ദങ്ങൾ കേട്ട് തുടങ്ങുന്നതൊക്കെ റോയൽ എൻഫീൽഡ് ഉടമകൾക്ക് പുതിയ കാര്യമല്ലെങ്കിലും 2026 ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കുന്നത് നമുക്ക് അല്പം നിരാശ ഉണ്ടാക്കുന്നു എന്ന് പറയേണ്ടി വരും. എന്തായാലും വൈബ്രേഷനും മെയിൻ്റനൻസ് വെല്ലുവിളികളും ഉണ്ടെങ്കിൽ പോലും റോയൽ എൻഫീൽഡ് ബുള്ളറ്റ് എന്നത് വെറും ഒരു ബൈക്കല്ല, അതൊരു ഇമോഷനായി തന്നെ തുടരുന്നു അല്ലെ. വിപണിയിൽ എത്രയോ സ്മൂത്തായ കൂടുതൽ ഫീച്ചറുകളുള്ള ബൈക്കുകളൊക്കെ വരുന്നുണ്ടെങ്കിലും റോഡിൽ ബുള്ളറ്റ് നൽകുന്ന ആ ഒരു രാജകീയ പ്രൗഢി മറ്റൊന്നിനും നൽകാൻ കഴിയില്ല. ഈ ചെറിയ പോരായ്മകളെല്ലാം അതിന്റെ സ്വഭാവത്തിന്റെ ഭാഗമായി കണ്ട് തന്നെ അതിനെ സ്നേഹിക്കുന്ന ഒരു വലിയ വിഭാഗം ആരാധകർ ഇന്നും ഈ വണ്ടിക്കൊപ്പം ഉണ്ട് എന്നുള്ളതാണ്. ഈ വ്യത്യസ്തത തന്നെയാണ് ബുള്ളറ്റിനെ ഇന്നും നിരത്തുകളിലെ രാജാവായിട്ട് നിലനിർത്തുന്നത് അല്ലെ. ഗുഡ് ബൈ.